ഹലോ, ഇപ്പൊ കേൾക്കുന്നില്ലേടാ? കേൾക്കുന്നില്ലേടാ? ഫജർ, ഓക്കെ, ശരി. സോ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാഫ് മൈനിങ് എന്ന് പറയുന്ന ടെക്നിക്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ടോപ്പിക്കിൽ നമ്മൾ ഇന്നലെ വെബ് മൈനിങ് നോക്കിയില്ലേ? ഇനി ബാക്കിയുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഗ്രാഫ് മൈനിങ് ആണ്. നിങ്ങൾക്ക് പി പി ടി കാണുന്നില്ലേ? കാണുന്നില്ലേ? ഒന്ന് റിപ്ലൈ ചെയ്തേ. പി പി ടി കാണുന്നില്ലേ? Okay. Yes, okay. So in graph mining, the main things that we are going to discuss is like the main concept behind graph mining, introduction to graph mining, which are the applications and methods for finding frequent subgraph. And for that, we are using some approaches in that a priori based approach. This is what we are studying in graph mining techniques. So what graph is actually very much familiar concept, right? Graph theory, that is, anyway you have studied in your fifth semester, right? എന്താണ് ഈ ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേർട്ടെക്സും എഡ്ജും കൂടെ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഗ്രാഫ് എന്ന് പറയുന്നത്. ഒരു വേർട്ടെക്സ് ഉണ്ടാവും, എഡ്ജും ഉണ്ടാവും. അത് ദാറ്റ് ഈസ് റെപ്രസെന്റിങ് സം പെർട്ടിക്കുലർ റിയൽ വേൾഡ് സിനാരിയോ, റൈറ്റ്? So graph became increasingly important in modeling complicated structures like circuits, images, chemical compounds, and in our social networks and all. We'll use this kind of graphs for representing some real-time scenario. ഇപ്പം നമ്മളിപ്പം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന കേസിലാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്താണ് അവിടെ ശരിക്കും ചെയ്യുന്നത്. നമ്മൾ ഓരോ സിറ്റീസിനും നമ്മളൊരു നോഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങോട്ടേക്കുള്ള പാത്തിനെ ആ നോഡ് കണക്ട് ചെയ്യുന്ന എഡ്ജ് ആയിട്ട് കൺസിഡർ ചെയ്യും. ആൻഡ് യു ആർ ഫൈൻഡിങ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് between two cities by using this graph mining concept, right? Graph concept. So in graph mining is a set of tools and techniques used to analyze the properties of real world graph and to predict how the structures and properties of a given graph might affect some application. Next is develop models that can generate realistic graph that match the pattern found in real world graph of interest. അപ്പോൾ ഈ ഗ്രാഫ് മൈനിങ് കൺസെപ്റ്റ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് വെച്ചാൽ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇറ്റ് ഈസ് ടു അനലൈസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് റിയൽ വേൾഡ് ഗ്രാഫ്സ് എന്ന് പറഞ്ഞു. മൈ എക്സാമ്പിൾ ഇസ് ലൈക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു കെമിക്കൽ കോമ്പൗണ്ട്, ഫോർ എക്സാമ്പിൾ ഒരു മെഡിസിൻ ആണെന്ന് വിചാരിച്ചോ. ആൻഡ് ഇഫ് യു ആർ സ്റ്റാർട്ടഡ് finding some medicine, starting inventing for some medicine, and you wanted to know the chemical compounds in that particular medicine. ഇപ്പൊ നമ്മൾ ഒരു മെഡിസിൻ എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു കോംപ്ലക്സ് സ്ട്രക്ചറുള്ള കെമിക്കൽ കോമ്പൗണ്ട് ആയിരിക്കും നോർമലി നമ്മുടെ മെഡിസിൻസ് ഒക്കെ. അപ്പോൾ ആ മെഡിസിനിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ട് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ കെമിക്കൽ കോമ്പൗണ്ടിനുള്ള സ്ട്രക്ചർ ഉണ്ടാവും. നോർമലി ആ സ്ട്രക്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാഫ് വൈസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ട് അതിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഒരു വലിയ കെമിക്കൽ കോമ്പൗണ്ട്, largest complex chemical compound will always having some sub portions, right, or sub part. And this graph mining will help you to understand whether that particular sub compound is present in that complex compound. Okay, so it will help us to predict how the structure and properties of a given graph might affect some application, and it will help us to develop model that can generate a realistic graph. And here in graph mining, it is a graph mining this is like some applications that we are using in graph mining. Correct applications, that it is used in either chemical informatics or it is used in bioinformatics, computer vision, video indexing, web analysis. So these are the applications of graph mining. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഗ്രാഫ് മൈനിങ് എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? എന്തിനാണ് നമ്മൾ ഗ്രാഫ് മൈൻ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? നമുക്ക് തന്നിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ട്, ഒരു ഗ്രാഫ്. സോ നോർമലി ഗ്രാഫ്സ് ആർ യൂസ്ഡ് ഫോർ മോഡലിംഗ് കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചേഴ്സ്. നമുക്കിപ്പോൾ ഒരു സർക്യൂട്ടോ അല്ലെങ്കിൽ ഒരു ഇമേജോ അല്ലെങ്കിൽ ഒരു കെമിക്കൽ കോമ്പൗണ്ടോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ നെറ്റ്വർക്കിന്റെ ബ്ലൂ പ്രിന്റോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ, അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഈസിലി വേ ഓഫ് റെപ്രസെന്റിങ് വി ആർ യൂസിങ് എ ഗ്രാഫ്. സോ ഗ്രാഫ് മൈനിങ് ടൂൾസ് help us
to mine the particular compound. Our graph in the components a set of vertex ഉണ്ടാവും. We will represent the vertex set as V of G, and an edge set we will represent it by using E of G. Right? Normally graph in രണ്ട് components ആണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അതായത് vertex സെറ്റിനെ V of G എന്ന് represent ചെയ്യും, edge സെറ്റിനെ E of G എന്ന് represent ചെയ്യും. ഇതിൽ ഈ ഗ്രാഫിൽ പെർട്ടിക്കുലർ ഗ്രാഫിലുള്ള വേർട്ടെക്സ് ആണ് ഇതിലുണ്ടാവുക. ഇതിലാണെങ്കിൽ എഡ്ജസ് ഉണ്ടാവും. റൈറ്റ്? ഇനി സബ് ഗ്രാഫ് എന്ന് വെച്ചാൽ എന്താ? അടുത്ത കൺസെപ്റ്റ് ആണ് സബ് ഗ്രാഫ്. നമുക്ക് തന്നിരിക്കുന്ന ഒരു മെയിൻ ഗ്രാഫിൽ വരുന്ന ഒരു പെർട്ടിക്കുലർ ഭാഗത്തിനാണ് നമ്മൾ സബ് ഗ്രാഫ് എന്ന് പറയുക. ഓക്കെ, സോ G ഈസ് എ സബ് ഗ്രാഫ് ഓഫ് G ഡാഷ് if there exists a subgraph isomorphism from G to G dash എന്നാണ് അതിന്റെ ഡെഫിനിഷൻ വരിക. റൈറ്റ്? അതായത് ഇപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്നതിൽ ഇപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഒരു ഗ്രാഫ് G തന്നിട്ടുണ്ട്. വെർട്ടെക്സ് സെറ്റ് V of G, edge set E of G, label function map a vertex or edge to a label. So a graph G is a subgraph to another graph G dash if there exists a graph isomorphism from G to G dash. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, രണ്ട് ഗ്രാഫ് നമ്മൾ ഐസോമോർഫിക് ആണെങ്കിൽ if there exists സബ്ഗ്രാഫ്, ഒരു ഗ്രാഫിന് സബ്ഗ്രാഫ് G dash എന്ന് പറയുന്നത് G എന്ന് പറയുന്നത് G ഡാഷിന്റെ സബ്ഗ്രാഫ് ആണെങ്കിൽ ജിയും G ഡാഷും തമ്മിൽ ഒരു ഐസോമോർഫിക് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് അതിന്റെ മീനിങ്. ഈ ഐസോമോർഫിക് എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഐസോമോർഫിസം എന്ന് വെച്ചാൽ എന്താ? സെയിം നമ്പർ ഓഫ് എഡ്ജസും സെയിം നമ്പർ ഓഫ് വേർട്ടെക്സും ആണെങ്കിൽ നമ്മൾ ഐസോമോർഫിക് എന്ന് പറയും. റൈറ്റ്? സോ in order to find out whether subgraph is present or not, or it is satisfying our need, മൈനിങ്ങിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? സപ്പോർട്ട് ആൻഡ് കോൺഫിഡൻസ് കണ്ടുപിടിക്കില്ലേ? അതേപോലെ ഇവിടെ we will find out the support of G or frequency of G, that is number of graphs in D G where G is a subgraph. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കാണുന്നുണ്ടല്ലോ. ഈ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ കണ്ടോ? ഇവിടെ കണ്ട ഈ ഒരു പെർട്ടിക്കുലർ കോമ്പണന്റ് കണ്ട SCCNO. ഈ ഗ്രാഫ് കണ്ടല്ലോ, ഇതൊരു പെർട്ടിക്കുലർ കെമിക്കൽ കോമ്പൗണ്ട് ആണ്. So what I want to find out is like whether this subcompound is present in any of this graph, either G1 ലോ G2 ലോ G3 ലോ ഈ പെർട്ടിക്കുലർ കോമ്പൗണ്ട് ഉണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടത്. So what I will do, this is the particular subgraph given. I'll search in first graph SCCNO. Yes, in G1 it is present. What about G2? SCCNO. Yes, this is also that particular, in G2 also this is present. What about G3? In that also this particular component is present. ഇവിടെ ഉണ്ടോ? G2 ഉണ്ടോ? ഇല്ലല്ലോ. SCC ഇല്ല, ഇതിലില്ല, G3 ഇല്ല. റൈറ്റ്? G1 and G2 ഉണ്ട് ആ പെർട്ടിക്കുലർ കോമ്പണന്റ്. എന്നുവെച്ചാൽ എന്താ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ദാറ്റ് മീൻസ് ദ പെർട്ടിക്കുലർ ഗ്രാഫ് ഈസ് present in this subgraph means you will find out the frequency of occurrence. How many times it is occurring? It is occurring 2 times. That means the frequency is 2 here, right? Frequency is 2. Now what about the third one? The third one നോക്കിയേ ഇതിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന നെക്സ്റ്റ് ഗ്രാഫ് ആണ് CCN. ഈ പെർട്ടിക്കുലർ സബ്ഗ്രാഫ് ഈ തന്നിരിക്കുന്ന G1 G2 G3 ഉണ്ടോ നോക്കുക. So consider this. First graph CCN is present. What about second one? CCN is present. CCN is present in the third one also. That means frequency is found out to be 3. Okay. So in graph mining, you have to find out the frequent subpattern. Here, frequent subpattern means the very basic pattern that can be discovered in the collection of graph. Right? And this will be helpful for us characterizing the graph set and for discriminating different graphs, group of graph, classifying and clustering graph, for building graph indices and facilitating similarity search in graph databases. So for all these approaches, this graph mining is very much helpful for us.
Okay, now we will see which are the methods for mining frequent subpattern graph. അതിൽ രണ്ട് അപ്രോച്ചസ് ആണ് നിങ്ങൾക്ക് പറയാനുള്ളത്. നമ്മൾ യൂസ് ചെയ്യുന്ന അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രിയോറി ബേസ്ഡ് അപ്രോച്ചസ് ഉണ്ട്, പാറ്റേൺ ഗ്രോത്ത് അപ്രോച്ച് ഉണ്ട്. ഓക്കെ, അപ്രിയോറി ബേസ്ഡ് അപ്രോച്ച് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ടല്ലോ. അപ്രിയോറി ബേസ്ഡ് അപ്രോച്ച് എന്താ ചെയ്യുക? വിൽ സ്റ്റാർട്ട് വിത്ത് എ സ്മോൾ സൈസ് സബ് ഗ്രാഫ് ആൻഡ് പ്രൊഡ്യൂസ് ഓർ വിൽ propagate in a bottom up manner, right? So here in frequent sub graph mining nu vendite frequent sub graph kandupidikkan vendite we can use an a priori based approach. In a priori based approach it is propagating in this manner. We will start with a small size subgraph and produce and proceed in a bottom up manner. So here it is following a level wise search. നമുക്കറിയാം ഇവിടെ അപ്രിയോറിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു സ്മോൾ സെറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവാം. സോ ഇറ്റ് ഈസ് ഫോളോയിങ് എ ലെവൽ വൈസ് സെർച്ച് മെത്തേഡ്, ദാറ്റ് ഈസ് BFS, ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ആണ് ഇവിടെ വരിക. ആൻഡ് സെവറൽ അപ്രോച്ചസ് ഇൻ അപ്രിയോറി ഗ്രാഫ് ബേസ്ഡ് ആർ ലൈക്ക്, 3 അപ്രോച്ചസ് ഉള്ളത്. അതിൽ AGM, FSG, പാത്ത്, ഇങ്ങനെ 3 മെത്തേഡാണ് ഇവിടെ വരിക. കണ്ടില്ലേ? ഇതില് അപ്രിയോറിയിൽ ഫോർ ഫൈൻഡിങ് ഫ്രീക്വന്റ് സബ്സ്ട്രക്ചർ മൈനിങ് ഇൻക്ലൂഡ് 3 സ്ട്രക്ചേഴ്സ്: AGM, FSG ആൻഡ് പാത്ത് ജോയിൻ മെത്തേഡ്. പിന്നെയുള്ള രണ്ടാമത്തെ മെത്തേഡ് ഒന്ന് പാറ്റേൺ ഗ്രോത്ത് അപ്രോച്ച് ആണ്. അതാണ് അടുത്ത വേറൊരു ടൈപ്പ് ഗ്രാഫ് മൈനിങ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് അപ്രിയോറി ബേസ്ഡ് അപ്രോച്ചസ് ആണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. Okay, now we will see in AGM shares similar characteristics with a priori based item set mining, and FSG and path join method explore the edges and connections in a priori based fashion. നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇത് പറയാം. Okay, so AGM ല് we will consider or we will share similar characteristics with a priori based item set mining, and in FSG and path join method it explores the edges and connections in an a priori based fashion. So അപ്പോൾ അപ്രിയോറിന്റെ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് അറിയാലോ. ഇഫ് എ ഗ്രാഫ് ഇസ് അപ്രിയോറി പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താ? ഫ്രീക്വന്റ് ഐറ്റം സെറ്റിന്റെ സബ്സെറ്റും ഓൾസോ ബി ഫ്രീക്വന്റ്. അതല്ല നമ്മുടെ ഇതെന്ന് പറയുന്നത്. ഹലോ, എന്തായിരുന്നു നമ്മുടെ അപ്രിയോറി പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താ? What is a priori property? എന്താണ് a priori property എന്ന് വെച്ച് കഴിഞ്ഞാല്? That means here you can see a priori property is the frequent item set. Items must also frequent. Based approach you can see substructure mining. So here the input is for that particular algorithm is like, here you can see a graph data set B, and you have to find out the minimum support or minimum support threshold. That means whatever graph you wanted to mine, that is given as an input. That is the graph data set D. What is the next input that we are giving? Next you have to give what is the minimum support threshold that you are expecting for it. That is minimum support. Okay, so minimum support is the minimum support threshold. And now what is the output that I am expecting out of from this graph? Is I am expecting a frequent substructure set. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫിനെ നമ്മൾ മൈൻ ചെയ്യുന്നു, മൈൻ ചെയ്തിട്ട് കിട്ടുന്ന ഫ്രീക്വന്റ് സബ്സ്ട്രക്ചർ സെറ്റ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് ഇവിടെ. Okay, so we'll start the steps present here. Here you can see S1, a frequent single element in a data set. So a priori is following a level wise mining method. Size of a new substructure is increased by 1, and always it will propagate through 2 സ്റ്റെപ്പാണ് ഇതിലുള്ളത്. ഏതൊക്കെയാ സാധാരണ നമ്മൾ അപ്രിയോറിയിൽ പറയുന്ന 2 സ്റ്റെപ്സ് ഏതൊക്കെയാ? ജോയിൻ ആൻഡ് പ്രൂൺ ഓപ്പറേഷൻ അല്ലേ? അത് തന്നെയാണ് ഇവിടെയും വരിക, ജോയിനും പ്രൂണും.
അപ്പോൾ ഇത് എങ്ങനെ വർക്ക് ചെയ്യും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റെപ്പ് ഇസ് I'll start with a small subgraph. Okay, so S1 is frequent single element in the data set, and I will call a priori graph D minimum support comma S1. If procedure a priori എന്ന് വെച്ചാൽ എന്താ? What are the procedure in a priori? ഇവിടെ നിങ്ങൾക്ക് കാണാം sk plus 1 is considered to be 5. That is the first step. അതായത് ഇനീഷ്യലി ഞാൻ എന്താ എൻ്റെ initial subset na 5 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, റൈറ്റ്. നെക്സ്റ്റ് ഇസ് ഫോർ ഈച്ച് സബ് ഗ്രാഫ് GI belongs to SK, ആൻഡ് ഫോർ ഈച്ച് രണ്ട് ഗ്രാഫിനില്ല ഞാൻ കൺസിഡർ ചെയ്യുന്നത്, അതിൽ ഒരു ഗ്രാഫിനെ ഞാൻ GI എന്നും നെക്സ്റ്റ് സബ് ഗ്രാഫിനെ ഐ എം റെപ്രസെന്റിങ് ഇറ്റ് എസ് GJ, റൈറ്റ്. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് ഫോർ ഈച്ച് size k+1 graph G is formed by merging GI and GJ. അതായത് നമ്മളിപ്പോൾ രണ്ടെണ്ണം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടത് k+1 സൈസുള്ള ഗ്രാഫ് G ആണ് ഫോം ചെയ്യേണ്ടത്. G is formed from GI and GJ. ഇതിന്ന് നമുക്ക് G ഫോം ചെയ്യാൻ വേണ്ടത്, റൈറ്റ്. സോ ഇഫ് G is frequent in D, then G is belonging to SK+1, then insert G into that SK+1 graph. അപ്പോൾ അതെങ്ങനെയാണിത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നോക്കാം. ഈ പറഞ്ഞത് വരെ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ പറഞ്ഞത് വരെ ഡൗട്ട് ഉണ്ടോ? ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അഭിനവ്, അനുശ്രീ, സർഗ, ഷബ്ന, സുബിൻ രാജ്, പറഞ്ഞേ, ഡൗട്ട് ഉണ്ടോ? Yes or no? ഡൗട്ട് ഉണ്ടോ പറഞ്ഞാല്? ഓക്കെ ആണോ? അമൃത, അനുശ്രീ, അർജുൻ, അഭിലാഷ്, ഹലോ ഹലോ, ഓക്കെ ആണല്ലേ, ശരി. ഇത് നോക്കാം നമുക്ക് എങ്ങനെയാണിത് ഇതിന്റെ വർക്കിംഗ് ആണ് നോക്കാം അടുത്ത സ്റ്റെപ്പിൽ. ഇവിടെ നിങ്ങൾ കാണുന്നത് AGM, അപ്രിയോറി ബേസ്ഡ് ഗ്രാഫ് മൈനിങ്. ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ വെർട്ടെക്സ് ബേസ്ഡ് കാൻഡിഡേഷൻ ജനറേഷൻ. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇൻക്രീസ് സബ്സ്ട്രക്ചർ സൈസ് ബൈ 1 vertex at each step. അതാണ് നമ്മുടെ ഇതിന്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ AGM എന്ന് പറയുന്നത് വെർട്ടെക്സ് ബേസ്ഡ് കാൻഡിഡേറ്റ് ജനറേഷൻ ആണ്. ഇതിൽ നമ്മുടെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിലും ഓരോ വെർട്ടെക്സ് സൈസ് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ two frequent k size graph are joined if they have the same k-1 subgraph. ഇതിപ്പം ഇത് ഈ തന്നിരിക്കുന്നതിൽ എത്ര സബ് വെർട്ടെക്സ് ഉണ്ടെന്ന് നോക്കിയാൽ ഈ ഗ്രാഫ് 1ലും ഗ്രാഫ് 2ലും ഇതാണ് G1, ഇത് G1, ഇത് G2. ഓക്കെ, ഇതിൽ എത്ര വെർട്ടെക്സ് ഉണ്ട്? ഇതിൽ 5 വെർട്ടെക്സ് ഉണ്ട്, ഇതിലും 5 വെർട്ടെക്സ് ഉണ്ട് അല്ലേ? ഈ 5 വെർട്ടെക്സിലും ഇതില് നമ്മുടെ 4 വെർട്ടെക്സ് k-1 സബ് ഗ്രാഫ് എന്നല്ലേ പറയുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ഫ്രീക്വന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ രണ്ട് ഗ്രാഫിൽ സിമിലർ ആണെന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? You have to find the k minus, that is size minus k frequent graphs are joined only if they are having similar structure, right? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ 1 2 3 4 5 ഈ 5 വെർട്ടെക്സില് 4 വെർട്ടെക്സും അതായത് 4 വെർട്ടെക്സ് ഉള്ള ഗ്രാഫ് ഒരേപോലെ അല്ലേ വരുന്നത്? നോക്കിയേ നിങ്ങൾ, അത് ഡോട്ടഡ് ലൈൻസിൽ മാർക്ക് ചെയ്തിട്ടുണ്ടോ? ഇവിടെ ഇതിന് 4 വെർട്ടെക്സ് ഉണ്ട്. 4 വെർട്ടെക്സിൽ 5 വെർട്ടെക്സിൽ 4 എണ്ണവും ഒരേപോലത്തെ സൈസ് സ്ട്രക്ചറാണ് ഫോം ചെയ്യുന്നത്. സോ
newly formed candidates include the size k minus 1 subgraphs in common and the additional two vertex form the size minus k. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഇപ്പൊ നമ്മൾ ഓരോ സൈസ് ബൈ സൈസ് ആഡ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുന്ന സമയത്ത് നമുക്ക് ഒരു കോമൺ സ്ട്രക്ചറായ ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ കിട്ടുമല്ലോ. നോക്കൂ നിങ്ങൾ, ഇതൊരു പോയിന്റ്, ഇത് വേറൊരു പോയിന്റ്, സോറി നമ്മുടെ ഗ്രാഫിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെയല്ലേ ഉള്ളത്. ഇവിടെ 4 എഡ്ജസിൽ 4 കോർണറിലും 4 എഡ്ജസ് ഉണ്ട്. എനിക്കിപ്പോ ഇവിടെ ഡൗട്ട് ഇടുന്നതിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല പ്രോപ്പർലി. അടുത്ത നിങ്ങൾ നോക്കൂ, അടുത്ത വേർട്ടെക്സ് ഏതാ ഇതിൽ പ്രസന്റ് ആയിട്ടുള്ളത്? ഞാൻ കൺസിഡർ ചെയ്യുന്ന വേർട്ടെക്സ്, ഈ ഫസ്റ്റിലത്തെ ഗ്രാഫിലുള്ള വേർട്ടെക്സ് എന്ന് പറയുന്നത് ഈ ഒരു വേർട്ടെക്സ് ആണ്, റൈറ്റ്? ഈ ഒരു വേർട്ടെക്സ്, ഈ ഒരു വേർട്ടെക്സ് ഇതിലില്ല. ഞാൻ അപ്പൊ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാൻ പോകണം. സോ ഐ ഗെറ്റ് മീൻസ് k-1 സബ്ഗ്രാഫ് സിമിലർ ആണല്ലോ, സോ ഐ ജോയിൻ ദാറ്റ്. നെക്സ്റ്റ് ഇത് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ വരുന്ന വേർട്ടെക്സ് ഇവിടെ ഇങ്ങനെ ഒരു വേർട്ടെക്സ് ഉണ്ട്, റൈറ്റ്? സോ യു വിൽ ഗെറ്റ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. സി, നെക്സ്റ്റ് ഞാൻ വേറൊരു പോയിന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് the new graph will be like this. So two frequent k-size subgraphs are joined only if they have same k-1 subgraph, right? So new candidate has k-1 sized component and the additional two vertices. ഇതില് ഈ രണ്ട് ഗ്രാഫിൽ നമുക്ക് എന്താ, ഈ കോമ്പണന്റ് സിമിലർ അല്ലേ, നമ്മുടെ സബ് ഗ്രാഫിന്റെ സെയിം കോമ്പണന്റ് അല്ലേ അത്, അതിന്റെ കൂടെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് ഈ ഒരു വെർട്ടെക്സ്, ഈ ഒരു എഡ്ജും കൂടിയല്ലേ. So that will be added with a new candidate graph. അതാണ് അപ്രിയോറി ബേസ്ഡ് ഗ്രാഫ് മൈനിങ്ങിൽ AGM പറയാനുള്ളത്. സോ ഈ AGM എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രിയോറി ബേസ്ഡ് ഗ്രാഫ് മൈനിങ് ആണ് GM. ക്ലിയർ ആയോ? സോ ഇറ്റ് ഇസ് അപ്രിയോറി ബേസ്ഡ് ഗ്രാഫ് മൈനിങ്. ഹിയർ A stands for a priori and GMS stands for graph mining. ക്ലിയർ ആയല്ലോ? അടുത്ത മെത്തേഡ് എന്താ? ഫ്രീക്വന്റ് സബ് ഗ്രാഫ് മൈനിങ്. അത് എഡ്ജ് ബേസ്ഡ് കാൻഡിഡേറ്റ് ജനറേഷൻ ആണ്, റൈറ്റ്? അവിടെ നമ്മൾ k-1 വേർട്ടെക്സ് ആണ് കൺസിഡർ ചെയ്തത്. ഈ ഫ്രീക്വന്റ് സബ് ഗ്രാഫ് മൈനിങ് FSG-യിലാണെങ്കിലോ എഡ്ജ് ബേസ്ഡ് കാൻഡിഡേറ്റ് ജനറേഷൻ ആണ്. സോ ഇൻക്രീസ് ബൈ 1 edge at a time. Two size k patterns are merged if they share same subgraph having k-1 edge. അപ്പൊ നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്തതില് നിങ്ങൾ നോക്കിയേ എത്ര എഡ്ജസ് ആണിത്? ഈ 4 എഡ്ജസ് കോമൺ ആണ്. പിന്നെ വരുന്ന എഡ്ജ് എന്ന് വെച്ചാൽ ഈ ഒരു എഡ്ജ് എക്സ്ട്രാ ആണ്, ഈ ഒരു എഡ്ജ് എക്സ്ട്രാ ആണ്, റൈറ്റ് അല്ലേ? ഈ രണ്ട് എഡ്ജസ് അല്ലേ ഞാൻ ഇവിടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് നോക്കി എനിക്ക് ഫൈനൽ ജനറേറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ് സെറ്റില് ഈ രണ്ട് എഡ്ജസ് അല്ലേ എക്സ്ട്രാ ആയിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അതാണ് നോർമലി വേർട്ടെക്സ് ബേസ്ഡ് കാൻഡിഡേറ്റ് ജനറേഷൻ AGM ചെയ്യുക. ഇനി എടുത്തത് FSG ആണെങ്കിലോ ഫ്രീക്വന്റ് സബ്ഗ്രാഫ് മൈനിങ്ങിനാണ് നമ്മൾ FSG, frequent, F stands for frequent subgraph mining is FG, right? So it is based on candidate generation, edge based candidate generation. So here increase by 1 edge at a time. So two k-size patterns are merged if they share the same subgraph having k-1 edges in the core. Okay, so a new candidate has core and 2 additional edges. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ തന്നിരിക്കുന്ന രണ്ട് ഗ്രാഫ് നോക്കിയേ, G1 and G2. ഈ രണ്ട് ഗ്രാഫും നമ്മൾ വേർട്ടെക്സ് സിമിലർ ആണ്, എക്സ്ട്രാ വരുന്നത് ഒരു എഡ്ജ് ആണ്, റൈറ്റ്? അപ്പൊ ഇത് ജോയിൻ ചെയ്തിട്ട് G1ഉം G2ഉം കൂടെ ജോയിൻ ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിനെ വരച്ചെടുക്കുന്നത് നോക്കിയാൽ നിങ്ങൾ G1 and G2 joined and you will get a graph like this. See this? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു B എന്ന് പറഞ്ഞൊരു എഡ്ജ് എക്സ്ട്രാ വരുന്നുണ്ട്, AB എന്ന് പറഞ്ഞൊരു എഡ്ജ്. അതുപോലെ ഇവിടെയാണെങ്കിൽ AC എന്ന് പറഞ്ഞൊരു എഡ്ജ്. അപ്പൊ നോക്കി ഈ നടുക്കിലത്തെ സ്ക്വയർ കോമൺ ആണ് രണ്ടിലും. സോ ഐ വിൽ ഡ്രോ ദാറ്റ് സ്ക്വയർ ഹിയർ ഓൾസോ. നെക്സ്റ്റ് ഐ വിൽ ഡ്രോ AC and AB downwards, right?
അപ്പോൾ ഇത് രണ്ടുമാണ് അത് എക്സ്ട്രാ വരുന്നത്, അത് രണ്ടും എക്സ്ട്രാ ഇതിൽ ആഡ് ചെയ്തു. ക്ലിയർ? അല്ലെങ്കിൽ നമുക്ക് വേറെ എങ്ങനെ വരക്കാം ഇതിനെ? എ എ എ ഈ നടുലത്തെ സ്ക്വയർ ഇതിന് കോമൺ ആണ്. പിന്നെ വരുന്നുണ്ടോ എ സി എന്ന് പറഞ്ഞിട്ടൊരു എഡ്ജ് ഉണ്ട്, എ ബി എന്ന് പറഞ്ഞിട്ടൊരു എഡ്ജ് ഉണ്ട്. സോ ഐ ക്യാൻ ഡ്രൂ ലൈക്ക് ദിസ് മാനർ. നെക്സ്റ്റ് ഏത് വേയിലാണ് ഞാൻ വരച്ചിട്ടുള്ളത്? എ ബി എ സി ഇത് രണ്ടും കൂടെ ഒരു ഗ്രാഫിന് ഒരു ഒറ്റ എഡ്ജിന് രണ്ട് പോർഷൻ ആയിട്ടാണ് വരച്ചിട്ടുള്ളത്. ക്ലിയർ? ഇപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾ എഡ്ജ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ അവിടെ? ഹാസ് കോർ ആൻഡ് ദ ടു അഡീഷണൽ എഡ്ജസ്. ഈ നടുവിലത്തെ സ്ക്വയർ ആണ് ഇവിടുത്തെ കോർ എന്ന് പറയുന്നത്. ആൻഡ് ടു അഡീഷണൽ എഡ്ജസ് ആർ പ്രസന്റ്. So that is known as frequent subgraph mining. So edge-based candidate generation increases by one edge at a time. Two size k patterns are merged if they share the same subgraph having k minus 1 edges in the core. And new candidates that will be having core and two additional edges. Clear ആണല്ലോ? പിന്നെ വരുന്ന അടുത്ത മെത്തേഡാണ് edge disjoint path method. So here classify graph by number of disjoint path they have. തന്നിരിക്കുന്ന ഗ്രാഫിൽ ഇപ്പോൾ സിമിലർ കോർ കോമ്പണന്റ് ഉണ്ടാവും, വ്യത്യാസമുള്ള വെർട്ടിക്കൽ സ്ട്രക്ചർ ഉണ്ടാവില്ല. സോ ദേ വിൽ ക്ലാസിഫൈ ദ ഗ്രാഫ് ബൈ നമ്പർ ഓഫ് ഡിസ്ജോയിന്റ് പാത്ത് ദേ ഹാവ്. ടു പാത്ത്സ് ആർ എഡ്ജ് ഡിസ്ജോയിന്റ് ഇഫ് ദേ ഡു നോട്ട് ഷെയർ എനി കോമൺ എഡ്ജ്. എഡ്ജ് ഡിസ്ജോയിന്റ് എന്ന് വെച്ചാൽ എന്താ? വേർഡ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എഡ്ജസ് ഡിസ്ജോയിന്റ് മീൻസ് ടു പാത്ത്സ് ആർ ദേർ ദാറ്റ് ഈസ് ഡിഫറെന്റ്. എ സബ്സ്ട്രക്ചർ പാറ്റേൺ വിത്ത് k+1 disjoint path is generated by joining two substructure with k disjoint path. അപ്പോൾ substructure എന്ന് വെച്ചാൽ എന്താ? A substructure pattern with k+1 disjoint path are generated by joining substructure with k disjoint path. അപ്പോൾ k+1 വരണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ? സിമിലർലി k ഉള്ളതിന്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യണം അല്ലേ? നല്ല അത് ആ ഒറ്റ എഡ്ജല്ലേ ഡിഫർ ചെയ്യുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ ഉള്ള ഗ്രാഫും ഇതിന്റെ കൂടെ ഇങ്ങനെ ഒരു എഡ്ജും വരുന്ന സമയത്ത് ഈ രണ്ട് ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യുക, സ്ക്വയറും സ്ക്വയറിന്റെ കൂടെ ഒരു എഡ്ജ് എക്സ്ട്രീം. അപ്പൊ ഇവിടെ നമ്മൾ പുതിയ ന്യൂലി ഫോം ചെയ്യുന്ന ഗ്രാഫ് എങ്ങനെ കിട്ടുക? ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്, റൈറ്റ്? സോ സബ്സ്ട്രക്ചർ പാറ്റേൺ വിത്ത് k+1 disjoint path is generated by joining substructure with k disjoint path. Okay, and the disadvantage of a priori approaches is like overhead when joining two substructures, and it uses a breadth first strategy or level-wise candidate generation. To check whether k+1 subgraph is frequent, it must check all of its size k subgraph. That is disadvantage. Level-wise the candidate generation I would follow, that will be a tedious task. And for generating k+1 subgraph, അതിന്റെ k subgraphs-നെ നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം ഓരോ സ്റ്റെപ്പിലും. അതാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. Okay, so this is about our graph mining. Okay, അപ്പോൾ ഗ്രാഫ് മൈനിങ്ങിൽ രണ്ട് അപ്രോച്ചസ്. ഗ്രാഫ് മൈനിങ് എന്താണെന്ന് പഠിക്കുക, വിച്ച് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രാഫ് മൈനിങ്. പിന്നെ നോക്കിയത് അതിൽ മെത്തേഡ്സ് ഫോർ മൈനിങ് ഫ്രീക്വന്റ് പാറ്റേണിൽ അപ്രിയോറി ബേസ്ഡ് അപ്രോച്ച് ആണ്. അപ്രിയോറി ബേസ്ഡിൽ 3 എണ്ണം വരും: AGM, FSG ആൻഡ് പാത്ത് ജോയിൻ. ഓക്കെ, പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻ, പിന്നെ അത്രേ ഉള്ളൂ മെയിൻ ആയിട്ട്. ക്ലിയർ ആയോ? ഇതുവരെ ക്ലിയർ ആയോ? ഇതുവരെ ക്ലിയർ ആയോ? ഓക്കെ ആണോടാ? ഡൗട്ട് ഉണ്ടോ ഇതില്? പറഞ്ഞേ, ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അടുത്ത നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇതിൽ സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് ആണ്. സെക്കൻഡ്, one second.
നെക്സ്റ്റ് പറയാനുള്ളത് സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്കറിയില്ല. സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ നെറ്റ്വർക്ക്. Social network is defined as a social structure of individuals who are related based on common relation of interest, friendship and trust, etc. Right? നമ്മൾ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? അഭിലാഷ്, അശ്വതി, ഫജർ, അമൃത. ഓക്കെ ശരി. ഇപ്പൊ സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസില് വാട്ട് ഈസ് സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് ആണ് മെയിൻ ആയിട്ട്. ഇത് എപ്പോഴും എന്താ പറയുക തിയറി പോർഷനിൽ ചോദിക്കുന്ന ഒരു പോർഷനാണ്. സോഷ്യൽ നെറ്റ്വർക്ക് ഈസ് ഡിഫൈൻഡ് ആസ് എ സോഷ്യൽ സ്ട്രക്ചർ ഓഫ് ഇൻഡിവിജ്വൽസ് ഹു ആർ റിലേറ്റഡ് ബൈ എ കോമൺ റിലേഷൻ ഓഫ് ഇൻട്രസ്റ്റ്. ആണ് സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിൽ സോഷ്യൽ നെറ്റ്വർക്ക് ഇസ് എ സോഷ്യൽ സ്ട്രക്ചർ ബിറ്റ്വീൻ ആക്ടേഴ്സ്, മോസ്റ്റ്ലി ഇൻഡിവിജ്വൽസ് ഓർ ഓർഗനൈസേഷൻ. സോഷ്യൽ നെറ്റ്വർക്ക്സിൽ നിങ്ങൾക്ക് എപ്പോഴും അറിയാം, നമ്മളൊരു നെറ്റ്വർക്ക് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ആ നെറ്റ്വർക്ക് നമ്മളൊരു ഗ്രാഫായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. നോട്ട്സ് റെപ്രസെന്റ് ആൻ ഒബ്ജക്റ്റ് ഓർ എൻറ്റിറ്റി, ലിങ്ക് റെപ്രസെന്റ് റിലേഷൻഷിപ്പ്. ഇപ്പൊ നിങ്ങൾ ആരുടെയെങ്കിലും ഒരു ഇമേജ് ലൈക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആൻഡ് ദ പേഴ്സൺ ഹു പോസ്റ്റഡ് ദാറ്റ് ഇമേജ് ഇസ് കൺസിഡർഡ് ആസ് എ വെർട്ടെക്സ്, അല്ലെങ്കിൽ ഒരു നോഡായിട്ട് കൺസിഡർ ചെയ്യും. റിലേഷൻഷിപ്പ് ഇസ് ലൈക്ക് ലൈക്സ് or following, right? So uses is like it is help us to identify the characteristics of a graph and for generating model of graph that exhibit these characteristics, and use these tools to make prediction about the behavior of a graph. So these are some of the uses of this, and the characteristics is like degree of distribution, small world effect, densification, shrinking parameters. ഇതൊക്കെയാണ് സോഷ്യൽ നെറ്റ്വർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതിൽ ഓരോന്നിനും ഡിഗ്രി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ വേൾഡിൽ സോഷ്യൽ നെറ്റ്വർക്ക്സ് എത്രത്തോളം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സോ നോർമലി in real world social networks tend to have a highly skewed distribution. So it is distributed everywhere. Small percentages nodes have very high degree and they are highly connected. ഇപ്പൊ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്കറിയാം, you are using a normal just imagine coronavirus. So it is actually spreading disease, right? So it is like degree of distribution is more for some kind of versions. Some virus is distributing more, right? So you have heard about it. Similarly, degree of distribution is a characteristic of social network. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു പുതിയ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്പ് വന്നു കഴിഞ്ഞാൽ how much degree is distributed between the peoples. That is known as degree of distribution. Small world effect is another characteristic. That means for most of the real graph, the number of hop it takes to reach any node to any other node is about 6. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ നോഡിൽ അടുത്ത നോഡിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എത്ര ഹോപ്പ് അല്ലെങ്കിൽ എത്ര ഇന്റർമീഡിയറ്റ് നോഡ് കൺസിഡർ ചെയ്യണമെന്ന് പറയില്ലേ? അങ്ങനെ പറയുന്നതിനാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഹോപ്പ് എന്ന് പറയാം. സോ നോർമലി നമ്മൾ സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസിന്റെ കേസിൽ ഡിഗ്രി ഓഫ് ഹോപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 6 ഡിഗ്രി സെപ്പറേഷൻ ആണ് പറയാം. അതൊരു എന്താ പറയാ, ഒരു സയന്റിഫിക് പ്രൂഫ് ആണ് ആക്ച്വലി അത്. For most of the real graph, the number of hope it takes to reach any node to any other node is about 6. അതിനാണ് 6 degrees of separation എന്ന് പറയാം. Next is densification. Graph gets denser over time. That is, number of edges grows in a superlinear manner with the number of nodes. The number of edges grows faster than the number of nodes. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പം ഏതെങ്കിലും പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ നമ്പർ, ഇപ്പം എന്താ പറയുക, ഇനീഷ്യലി വാട്സപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ നമ്പർ മിനിമം നമ്പർ ഉണ്ടായിരുന്നത്, റൈറ്റ്? സോ ഇൻക്രീസിംഗ്ലി അത് ഡേ ബൈ ഡേ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഇൻക്രീസ്ഡ്. So many of the people are using nowadays. That means these graphs are getting denser over time. അതായത് ആ ഒരു പെർട്ടിക്കുലർ നോഡിലേക്കുള്ള ഫ്രീക്വൻസി കൺസിഡർ ചെയ്യുന്ന സമയത്ത്
Too many people are depending on it. Okay? So more people are depending on it, or more people are using it. So graph gets denser over time. That means number of edges grows super linearly with the number of nodes. ആ ഒരു പെർട്ടിക്കുലർ നോഡുകളിലെ കണക്ഷൻസ് ഓരോ സമയത്തും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയുള്ളത് ഷ്രിങ്കിങ് പാരാമീറ്റർ. അതാണ് അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഷ്രിങ്കിങ് പാരാമീറ്റർ എന്ന് വെച്ചാൽ ഡയമീറ്റർ ഇസ് ടേക്കൺ ടു ബി ലോങ്ങസ്റ്റ് ഷോർട്ടസ്റ്റ് പാത്ത് ഇൻ ദ ഗ്രാഫ്. നെറ്റ്വർക്ക് ഗ്രോ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ നോർമലി നെറ്റ്വർക്കിന്റെ ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും അതെത്തുന്ന റീജിയൻ എന്ന് പറയും, നമ്മൾ പരിധി എന്ന് പറയില്ലേ. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന് പറയുന്നില്ലേ, അതെന്ന് വെച്ചാൽ എന്താ, ആ ഒരു നെറ്റ്വർക്കിന് ഒരു പെർട്ടിക്കുലർ ഡയമീറ്റർ വരെ എത്താൻ പറ്റുള്ളൂ. So diameter is taken to be the longest and shortest path in the graph. As the network grow, the diameter actually gets smaller. That is, the distance between node slowly decreases. അതായത് ആ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു കണക്ഷൻ ശരിക്കും കുറയാ ചെയ്യുന്നത്. ക്ലിയർ? സോ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ നെറ്റ്വർക്ക്. പിന്നെ അടുത്ത പറയാനുള്ളതാണ് ലിങ്ക് മൈനിങ് എന്ന് പറയുന്നത്. ലിങ്ക് മൈനിങ് എന്ന് വെച്ചാൽ സോഷ്യൽ നെറ്റ്വർക്ക് മൈനിങ് പോലെ തന്നെ ന്യൂലി എമർജിങ് ഏരിയ ആണ് ലിങ്ക് മൈനിങ് എന്ന് പറഞ്ഞാൽ. ലിങ്ക് മൈനിങ് കൂടെ കഴിഞ്ഞ് ഞാൻ നിർത്താവേ. ലിങ്ക് മൈനിങ് ഇസ് ന്യൂലി എമർജിങ് ഏരിയ ഇൻ ഡാറ്റ മൈനിങ്. ഇറ്റ് എക്സ്പ്ലിസിറ്റ്ലി കൺസിഡർ ദ ലിങ്ക് വെൻ ബിൽഡിംഗ് പ്രെഡിക്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് മോഡൽ. സോ ദീസ് ആർ ദ ടാസ്ക്. നമുക്ക് ലിങ്ക് മൈനിങ്ങിൽ ചില പെർട്ടിക്കുലർ ടാസ്ക് ഉണ്ട്. ലിങ്ക് ബേസ്ഡ് ഒബ്ജക്ട് ക്ലാസിഫിക്കേഷൻ, ഒബ്ജക്ട് ടൈപ്പ് പ്രഡിക്ഷൻ, ലിങ്ക് ടൈപ്പ് പ്രഡിക്ഷൻ. സോ ദീസ് ആർ ദ ചലഞ്ചസ് ഇൻ ലിങ്ക് മൈനിങ്. Okay. So link prediction will be local versus statistical dependencies will be there, feature construction, instant versus classes, collective classification, collective consolidation, link prediction. So these are some of the challenges in link mining. അപ്പോൾ അത്രയാണ് സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസും ലിങ്ക് മൈനിങ്ങിലും പറയാനുള്ളത്. ഇനി ടെക്സ്റ്റ് മൈനിങ് എന്നൊരു ടോപ്പിക്കും കൂടിയുള്ളത്, അത് ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ. ഓക്കെ ഏട്ടാ, ഞാൻ സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ അതും കൂടെ കഴിഞ്ഞിട്ട് നിർത്താൻ വെച്ചിട്ടാ. ഒന്ന് പെട്ടെന്ന് അറ്റൻഡൻസ് പറഞ്ഞേ. അഭിലാഷ്, അഭിനവ്, അൻസബ്, അനുശ്രീ, അർജുൻ, അശ്വിൻ, അതുൽ ദിനേശ്, അതുൽ സത്യപാൽ, ഫെബിന, ഫജർ, ജാസിം, മിഥിലാജ്, മൃദുല, മുഹമ്മദ് ജാസിൽ. ജാസിലില്ലേ? ജാസിലില്ല. മുഹമ്മദ് ജാസിലില്ലടാ. ജാസിലില്ല. റമീസ്, ശരത്, സർക്ക, ഷബ്ന, സൗരഭ്, ശ്രീരാജ്, സുബിൻ രാജ്, വിഷ്ണു, അമൃത, അശ്വതി, ലിതിന, ഹരിത, അമൽ സന്തോഷ്. അല്ല, ഒരാൾ മാത്രമല്ല അല്ലേ? ഓക്കെ. ഓക്കെ, താങ്ക് യു. ബൈ ബൈ.